The three sectors are primary sector, secondary sector, and tertiary sector. Primary sector focus on agriculture and allied occupations. Secondary sector industry based. The tertiary sector mainly focus on service sector. The activities of these sectors helps in the production of goods and services. These activities add value to the national income. The economic activity has mainly two parts. First, market activity. First is market activity. It means it generates the remuneration to someone who is engaged in economic activity, or it aims for pay or profit including government service. Once again listen, market activity, it generates remuneration to someone who is engaged in economic activity, or it aims for pay or profit including government service. It means that this economic activity focus on profit, mainly focus on profit. For the profit motive, this activity is done. That is market activity. If we cultivate crops for selling that crops, that is market activity. If we produce crops for our use or a self-consumption, that is non-market activity. Now you understood. ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മളിപ്പം നെല്ല് ഉൽപ്പാദിപ്പിക്കുകയോ എന്തെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ പ്രതിഫലത്തിനാണ് നമ്മൾ റെമ്യൂണറേഷൻ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഉണ്ടല്ലോ. ഒരു മാസം ഞാൻ ജോലി ചെയ്തു, അതിന് എനിക്ക് ശമ്പളം കിട്ടണം. ആ ശമ്പളം കിട്ടിയില്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടിയില്ല, ശമ്പളം കിട്ടുവാണെങ്കിൽ റെമ്യൂണറേഷൻ. ഇപ്പൊ മനസ്സിലായല്ലോ, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ജോലി ചെയ്താലും, അതിപ്പം കൃഷിയാണെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ. അപ്പൊ അതാണ് റെമ്യൂണറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് ആക്ടിവിറ്റിയിൽ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മളത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പ്രതിഫലത്തിനെയാണ് പ്രതിഫലം കിട്ടുമ്പോൾ അത് നമ്മൾ പിന്നെ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ആക്ടിവിറ്റിയാണ്. അല്ല, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയും. അപ്പൊ രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന് മാർക്കറ്റ് ആക്ടിവിറ്റി, രണ്ട് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റി. മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു. നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളത് വിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പിന്നെയും കുറേ ഉണ്ട്, നമുക്ക് സർപ്ലസ് ഉണ്ടെങ്കിൽ നമുക്കത് വിൽക്കാൻ പറ്റും. നമ്മളത് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ആ ലാഭം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അല്ല, നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് നോൺ പ്രോഫിറ്റ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റി ആണ്, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. സോ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റി മീൻസ് ദ പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പൊ നമ്മുടെ മുറ്റത്ത് നമ്മൾ കുറെ പിന്നെ അടുക്കളത്തോട്ടം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് പറയുന്നത് പച്ചക്കറികളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടുന്ന അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റിയാണ്. അല്ല, നമ്മൾ നല്ല രീതിയിൽ പിന്നെ ചെയ്ത് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനാണെങ്കിൽ അത് മാർക്കറ്റ് ആക്ടിവിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കമ്പയറിംഗ് മെൻ ആൻഡ് വിമൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിലെ ഹ്യൂമൻ ക്യാപിറ്റലില് മെൻ ആൻഡ് വിമണിനൊരു പ്രാധാന്യമുണ്ട്. മെൻ ആൻഡ് വിമൺ. അപ്പം പുരുഷന്മാർ മാത്രമല്ല ജോലി ചെയ്യുന്നത്, സ്ത്രീകളും സമൂഹത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. മെൻ ആൻഡ് വിമൺ ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് എക്കണോമിക്. അവർ പലതരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് മെൻ ആൻഡ് വിമൺ. ബോത്ത് മെൻ ആൻഡ് വിമൺ, രണ്ടുപേരും. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഓഫ് ദ ലേബർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ ഡിറ്റർമിനൻസ് ഓഫ് ഏണിംഗ് ഇൻ ദ മാർക്കറ്റ്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഏണിങ്സ്, അവരെന്താണോ ജോലി ചെയ്യുന്നത് ആ ചെയ്യുന്നതിനുള്ള കിട്ടുന്ന പ്രതിഫലത്തിനെയാണ് നമ്മൾ ഏണിംഗ് എന്ന് പറയുന്നത്. അത് ആ കിട്ടുന്ന ഏണിങ്സ് വെച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനും സ്കില്ലും കൊണ്ട് അതാണ് അയാളുടെ ഏണിങ്സിനെ വർദ്ധിപ്പിക്കുന്നത്. ഒരു കൃഷിക്കാരൻ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം 850 രൂപ കിട്ടും. ഒരു ടെക്നിക്കൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 850 ഒന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്, ചിലപ്പോൾ ഒരു 2000-3000 ഒരു ദിവസം തന്നെ കിട്ടും.
ടെക്നിക്കലി അറിയാമെന്നുണ്ടെങ്കിൽ 3000 രൂപ കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വന്നത്? ഒരു കൃഷിക്കാരൻ രാവിലെ മുതൽ മാനുവൽ വർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടത്തിറങ്ങി കൃഷി ചെയ്യുന്നു. അവന് കിട്ടുന്ന തുക 850 അല്ലെ 900 രൂപ കിട്ടുമ്പോൾ, അതേസമയം ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ 850 അല്ലെങ്കിൽ 900 പകരം 3000, 4000 രൂപ അല്ലെങ്കിൽ 5000 രൂപ വരെ കിട്ടുന്നവരുണ്ട് ഒരു ദിവസം. എന്തുകൊണ്ടാണ് അവർക്ക് 5000 രൂപ കിട്ടിയത്? എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വന്നത്? അപ്പൊ കൃഷിക്കാരനല്ലേ കൂടുതൽ കായിക അധ്വാനം ചെയ്തത്? നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ട് കൃഷിക്കാരന് 850 രൂപ കിട്ടുന്നു, അതേസമയം സ്കിൽഡ് ആയ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 5000 രൂപ കിട്ടുന്നു? ഈ ഡിഫറൻസ് വരുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ വ്യത്യാസം വരുന്നു. ഒന്ന്, എഡ്യൂക്കേഷൻ. ആ കൃഷിക്കാരന്റെ എഡ്യൂക്കേഷനും സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷനും തമ്മിൽ വ്യത്യാസപ്പെടുന്നു. അപ്പം സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തി സ്കിൽഡ് ആവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ചെയ്തിട്ട് ടെക്നിക്കലി അദ്ദേഹം വളരെ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ കൂടുതൽ ലഭിക്കുന്നു. അപ്പൊ എഡ്യൂക്കേഷനും സ്കില്ലുമാണ് ഒരു തൊഴിലിനെ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഓഫ് ദ ലേബർ എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് എന്നേ ഉള്ളൂ. ലേബർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ ഡിറ്റർമിൻസ് ഓഫ് ഏണിംഗ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ കൂടുതൽ ഏണിങ്സ് കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങൾ: ഒന്ന് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം; രണ്ട് സ്കില്ല്, രണ്ടാമത്തെ സ്കിൽ. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനറലി വിമൺ ആർ നോട്ട് റിവാർഡഡ് ഫോർ ദ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്. അപ്പൊ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവർക്ക് ശമ്പളമൊന്നും ലഭിക്കാറില്ല. കാരണം രാവിലെ ഒരു സ്ത്രീയുടെ കാര്യം എടുക്കുക. അവര് രാവിലെ 5 മണിക്ക് എണ്ണിച്ചിട്ട് ചോറും കറികളും ഒക്കെ വെക്കുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നു. ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടിഫിനും മറ്റു കാര്യങ്ങളും ലഞ്ചും എല്ലാം റെഡിയാക്കി കൊണ്ടുവയ്ക്കുന്നു, എല്ലാം റെഡിയാക്കി വെക്കുന്നു. ഓഫീസ് ഫയലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് വെക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ തുണിയൊക്കെ കഴുകുന്നു. അതും കഴിഞ്ഞിട്ട് ഇവര് വീടെല്ലാം വൃത്തിയാക്കുന്നു. പിന്നെ കുട്ടികൾ വൈകുന്നേരം കഴിയുന്ന അവർക്ക് വേണ്ടത്ര ഫുഡ് കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. ടേക്കിംഗ് കെയർ ഓഫ് ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. പിന്നെ രാവിലെ 5 മണിയാകുമ്പോൾ എണ്ണിക്കുന്നു. അപ്പൊ അവർ ചെയ്യുന്ന ജോലിയല്ലേ ആണ്. എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, അങ്ങനെ ഒത്തിരി നിരവധി വർക്കുകളാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വിമണിനെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ ഇല്ലാതെ വന്നിരിക്കുകയാണ്. ഇപ്പൊ വാല്യൂ ഇല്ലാതെ വന്ന എന്തുകൊണ്ടാണ്? അവർക്കൊരു റിവാർഡ് കിട്ടുന്നില്ല. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് റിവാർഡൊന്നും കിട്ടുന്നില്ല. വിമൺ ആർ നോട്ട് റിവാർഡഡ് ഫോർ ദ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് എക്സെട്ര. ആൻഡ് ദർ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഈസ് നോട്ട് അക്കൗണ്ടഡ് ഇൻ ദ നാഷണൽ ഇൻകം. അവിടെയാണ് വിഷയം. എന്തുകൊണ്ടാണ് അവർക്ക് റിവാർഡ് കിട്ടാത്തത്? അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നാഷണൽ ഇൻകമായിട്ട് കൂട്ടിച്ചേർക്കുന്നില്ല. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന് ഒരു വർഷം കിട്ടുന്ന വരുമാനത്തിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് വർദ്ധിക്കണം? പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കണം. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം ഇസ് ദ ഇൻകം ഓഫ് എ പേഴ്സൺ. അപ്പൊ ഒരു വ്യക്തിയുടെ ഇൻകമാണ്. അപ്പൊ ഒരു വ്യക്തിക്ക്, ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വരുമാനം. അപ്പൊ ആ വരുമാനം നിശ്ചയിക്കുന്ന ഘടകം എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ. അപ്പൊ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല് കിട്ടിയ വരുമാനം വർദ്ധിക്കുമോ? തീർച്ചയായിട്ടും വർദ്ധിക്കും. എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല് കിട്ടിയില്ലെങ്കിലോ അവർക്ക് വരുമാനം ഇല്ലാതെയാവും, വരുമാനം കുറയുന്നു. പക്ഷെ അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക് ആയിരിക്കാം, പക്ഷെ അവർക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറവായിരിക്കും. അപ്പൊ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലാണ് എന്തോ കൂട്ടുന്നത്? റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും കിടന്ന് രാവിലെ 5 മണിക്ക് തൊട്ട് രാത്രി 12 മണി വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് പൈസ കിട്ടാത്ത കാരണം അവർ ചെയ്യുന്ന ജോലി ഒരിക്കലും നമ്മുടെ ദേശീയ വരുമാനത്തില് കൗണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ? Women are not rewarded for the domestic activities like cooking, cleaning, washing, etc. And their household work is not accounted in the national income. അതാണ് കാര്യം. പക്ഷെ ഇപ്പൊ പുതിയൊരു നിയമം വന്നു. അത് സ്ത്രീകൾക്കെല്ലാം സന്തോഷം ഉളവാക്കുന്ന ഒരു നിയമമാണ്. ആ നിയമം ഇതാണ്: ഡൊമസ്റ്റിക് വർക്ക് ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്ന അമ്മമാർക്ക് ഹസ്ബൻഡ് കിട്ടുന്ന ഏണിങ്സിന്റെ പകുതി കൊടുക്കണമെന്നാണ്. ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്.
അപ്പൊ ആ നിയമം അനുസരിച്ച് ഇപ്പം സ്ത്രീകൾ പിന്നെ കേസിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ രാവിലെ തൊട്ട് രാത്രി 12 മണി വരെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ബട്ട് വി ആർ നോട്ട് റിവാർഡഡ് ബൈ ദ ഹസ്ബൻഡ് എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയൊരു നിയമം അനുസരിച്ച് ഉപജീവനത്തിന്റെ ഒരു അംശം ഇവർക്ക് കൊടുക്കണമെന്നുള്ള. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഡൊമസ്റ്റിക് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പം ആ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പലരും കൊടുക്കുന്നുമുണ്ട്. പല കുടുംബങ്ങളിലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്, അമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവർ ചെയ്യുന്ന ജോലി എന്താണ്? രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന വർക്കാണ്. എന്താ? കുക്കിങ്, ക്ലീനിങ്, വാഷിങ്, അങ്ങനെയുള്ള വർക്കുകൾ മുഴുവൻ ഇവരല്ലേ ചെയ്യുന്നത്. അത് നമ്മൾ നാഷണൽ ഇൻകത്തിൽ ഇൻകം ചെയ്യുന്നില്ലെങ്കിൽ അവർക്കൊരു ഇത് കൊടുക്കണമെന്ന് പുതിയ നിയമം വന്നിട്ടുണ്ട്. അത് പ്രാബല്യത്തിലുമായിട്ടുണ്ട്. സോ അതിപ്പം വന്ന ഒരു നിയമമാണ്. മുമ്പ് അതില്ലായിരുന്നു. നേരത്തെ ഈ ഇൻവിസിബിൾ വർക്ക് എന്നായിരുന്നു ഇതിനെ അറിഞ്ഞിരുന്നത്. ഇൻവിസിബിൾ, കാണാൻ പറ്റാത്തല്ല. വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നു, ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ജോബ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ഇൻവിസിബിൾ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണ്ണിക്കുന്നു, ആഹാരം പാചകം ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു, തുണികളൊക്കെ കഴുകിയിടുന്നു, വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു, ഭർത്താവ് വരുമ്പോൾ പിന്നെ വേണ്ട ആഹാരം കൊടുക്കുന്നു, വീട്ടിലെ ജോലികൾ പിന്നെയും ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് വേണ്ട എല്ലാ ജോലികളും അവരെ. അതുകൊണ്ടാണ് നമ്മൾ വിമണനെ പറയുന്നത്, അമ്മമാരെ നമ്മൾ പറയുന്നത് എന്താണ്? ദേ ആർ നേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, കുക്ക്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയേണ്ട കാര്യം അതാണ്. അപ്പം വി ഹാവ് ടു റെസ്പെക്ട് ദെയർ ജോബ്. അതുകൊണ്ടാണ് പുതിയ നിയമം വന്നത്. വാട്ട് എവർ മേ ബി. എഡ്യൂക്കേഷൻ, അപ്പം നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ സ്കില്ലുമാണ് ഒരു വ്യക്തിയുടെ റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കുന്ന ഒന്ന്. രണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞത് 2 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് മാർക്കറ്റ് ആക്ടിവിറ്റീസ്, നോൺ മാർക്കറ്റ്. മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന അതിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് നമുക്ക് പൈസ കിട്ടുന്നതാണെങ്കിൽ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. അല്ല, നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി 10 മിനിറ്റ് പോലും ഇല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you can ask. If you have any doubt regarding, you can unmute and ask. എന്തെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞു വന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോളൂ. സംശയം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ പാർട്ടിസിപ്പൻസ്, എനി ഡൗട്ട്? ഇല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താലും മതി, so that I can continue. If you don't have any doubt, okay Abhijit, okay, so I am going to continue. So here education and skill are the major determinants of earning money. നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ആർ ദ മേജർ ഡിറ്റർമിനൻസ് ഓഫ് ഏണിംഗ്. പണം കൂടുതൽ ലഭിക്കണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ, നല്ല സ്കില്ലുള്ളവരാകുക, ഭാവിയിൽ നല്ല വരുമാനം ഉള്ളവരും. അപ്പോഴത് നിങ്ങളുടെ നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കാൻ അത് കാരണമാവുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക. ഇനി 2 തരത്തിലുള്ള സെക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഓർഗനൈസ്ഡ് സെക്ടർ, 2 അൺഓർഗനൈസ്ഡ് സെക്ടർ. നിർഭാഗ്യവശാൽ ഞങ്ങളൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെ ഭാഗമാണ്. നിർഭാഗ്യവശാൽ. കാരണം ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. എപ്പോൾ വേണേലും പറഞ്ഞു വിടാം. ഇപ്പൊ ഏത് സമയത്തും ഞങ്ങളെ പറഞ്ഞു വിടാം. ഞങ്ങളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രത്യേക വരുമാനം ഇല്ലാതായി പോകും. ഒന്ന്, അത് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഇപ്പൊ ഗവൺമെന്റ് സെക്ടർ എല്ലാം തന്നെ ഓർഗനൈസ്ഡ് സെക്ടറാണ്. മനസ്സിലായോ? ഗവൺമെന്റ് സെക്ടർ എല്ലാം ഓർഗനൈസ്ഡ് സെക്ടറാണ്. അപ്പൊ ഗവൺമെന്റ് സെക്ടർ അല്ലാത്തതെല്ലാം അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. ഇപ്പൊ ഈ പ്രൈവറ്റ് ജോലികളിലെ അൺഓർഗനൈസ്ഡ്, അതിനൊരു ജോബ് ഗ്യാരണ്ടി ഇല്ല. അറ്റ് എനി ടൈം വി മേ ലൂസ് ജോബ്. വി നോ ഇറ്റ് വെരി വെൽ. ഏത് സമയത്ത് നമ്മുടെ ജോലി നഷ്ടപ്പെടും. അപ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ വിമൺ ആർ പെയ്ഡ് വെരി ലെസ് കമ്പയർഡ് ടു മെൻ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ, ഇപ്പൊ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും അല്പം ശമ്പളം കുറച്ചേ കൊടുക്കത്തുള്ളൂ. മനസ്സിലായോ? ഇൻ ആൻ അൺഓർഗനൈസ്ഡ് സെക്ടർ വിമൺ ആർ പെയ്ഡ് വെരി ലെസ് കമ്പയർഡ് ടു മെൻ. ഒരു അൺഓർഗനൈസ്ഡ്, ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ, ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക എപ്പോഴും പുരുഷന്മാരെക്കാൾ അല്പം സാലറി കുറച്ചേ അവർക്ക് കൊടുക്കത്തുള്ളൂ. ഇൻ ആൻ അൺഓർഗനൈസ്ഡ് സെക്ടർ വിമൺ വർക്ക് ഇൻ ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ്. Unorganized women work in government and administrative jobs. For instance, women are more attracted to teaching and medicine. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന 2 ഘടകങ്ങൾ എന്ന് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടീച്ചിങ്ങും മെഡിസിനുമാണ്.
ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ജോബ്സ് ഓർഗനൈസ്ഡ് സെക്ടർ ആണ്. പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി ഓർഗനൈസ്ഡ് സെക്ടർ ആണ്. അത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം സെൻട്രൽ ഗവൺമെന്റ് പോലീസൊക്കെ ഏതി പെടുന്ന പോലീസൊക്കെ പെടുന്നത് ഏതിലാണ്? ഗവൺമെന്റ് ജോബ് ആണത്. പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റ് ജോബാണ്. അപ്പൊ ഗവൺമെന്റ് വക്കീലന്മാരുണ്ട്. ഓർഗനൈസ്ഡ് ആണോ അത്? അതല്ല ഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് പോലീസൊക്കെ ഓർഗനൈസ്ഡ്. എന്താ കാര്യം? അത് കേരള ഗവൺമെന്റിന്റെ. ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ ആയാലും സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും എല്ലാ ജോലിയും ഓർഗനൈസ്ഡ് സെക്ടറാണ്. അവർക്ക് അവരുടെ ഏറ്റവും വലിയ ഗുണം എന്താണ്? അവർക്ക് ഒരു ഫിക്സ്ഡ് സാലറി ഉണ്ട്. പിന്നെ അവർക്ക് പിന്നെ TA ഉണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്, അവർക്ക് PF ഉണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അവർക്ക് പെൻഷൻ ഉണ്ട്, അവർക്ക് പിന്നെ എല്ലാ അലവൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഓർഗനൈസ്ഡ് സെക്ടറാണ്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ മാത്രമേ ഉള്ളൂ ജോബ് ഗ്യാരണ്ടിയും ജോബ് സെക്യൂരിറ്റിയും ഉള്ളത്. അല്ലാതെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഉദാഹരണം പറഞ്ഞാൽ എന്നെ തന്നെ നിങ്ങൾ എടുത്തോളൂ. വേറെ ആരും എടുക്കണ്ട, എന്നെ തന്നെ എടുത്തു. ഞാനൊരു അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് എന്നെ ഇപ്പൊ ഏത് സമയം എന്നെ പറഞ്ഞുവിടാം. ഞാനൊരു ഭീഷണിയിലാണ് നിൽക്കുന്നത്. എനിക്ക് പെൻഷൻ ഇല്ല. പിന്നെ എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. കാരണം എന്താണ്? അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് ഗ്യാരണ്ടി ഉള്ളൂ, ജോബ് സെക്യൂരിറ്റി ഉള്ളൂ. അതൊരു ഓർഗനൈസ്ഡ് സെക്ടറുമാണ്. ഓക്കെ, മനസ്സിലായല്ലേ? സോ ഇൻ ആൻ അൺഓർഗനൈസ്ഡ് സെക്ടർ വിമൺ ആർ പെയ്ഡ്. അപ്പൊ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രത്യേകിച്ച് ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വളരെ ശമ്പളം കുറവ്. ഇൻ ആൻ അൺഓർഗനൈസ്ഡ് സെക്ടർ വിമൺ വർക്ക് ഇൻ ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് ആയിരിക്കും സ്ത്രീകൾ കൂടുതലും താല്പര്യപ്പെടുന്നത്. ഉദാഹരണത്തിന് ടീച്ചിങ് സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമാണ്. മെഡിസിൻ വർക്ക്. പ്രൈവറ്റ് സെക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പ്രൈവറ്റ് സെക്ടറിൽ പ്രധാനമായിട്ടും ലേഡീസ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും ടീച്ചർമാരായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമാണ് സ്ത്രീകൾക്ക്. വിമൺ ആർ മോർ അട്രാക്റ്റഡ് ടു ടീച്ചിങ് ആൻഡ് മെഡിസിൻ. അതായത് പിന്നെ നേഴ്സുമാരായിട്ടൊക്കെ ജോലി ചെയ്യുക, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ ഏറ്റവും താല്പര്യപ്പെടുന്നു. മെജോറിറ്റി ഓഫ് വിമൺ ഡു നോട്ട് ഹാവ് എനി സെക്യൂരിറ്റി ഫോർ ദിയർ ജോബ്. അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോബ് സെക്യൂരിറ്റി ഇല്ല, ജോലിക്ക് ഒരു ഉറപ്പില്ല. ദേ മേ ഫേസ് ആബ്സെൻസ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി ലീവ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ജോലിക്ക് കയറി എന്നിരിക്കട്ടെ, ജോലിക്ക് കയറി അവർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ജോലിയില്ല. പിന്നെ അവർ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടത്തില്ല, മെറ്റേണിറ്റി ലീവ് കിട്ടത്തില്ല. പിന്നെ ചൈൽഡ് കെയർ ആൻഡ് അതർ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒന്നും ഈ പ്രൈവറ്റ് സെക്ടറിൽ കിട്ടത്തില്ല. പക്ഷെ ഇപ്പൊ പുതിയൊരു നിയമം വന്നു, നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു. പ്രൈവറ്റ് സെക്ടറിലും സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കണമെന്നും ആ മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ ശമ്പളം കൊടുക്കണമെന്ന് ഒരു നിയമം ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. പത്രത്തിലൊക്കെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തു. സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കണമെന്നും പ്രൈവറ്റ് സെക്ടറിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കണമെന്നും അതേപോലെ തന്നെ അവർക്ക് ആ വീട്ടിലിരിക്കുന്ന ശമ്പളം കൊടുക്കണമെന്നുള്ള നിയമമൊക്കെ പ്രാബല്യത്തിലാണ്. പക്ഷേ ഈ നിയമങ്ങളൊന്നും തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ആരും പാലിക്കാറില്ല, ആരും ചോദിക്കാറില്ല, അതൊട്ട് നടക്കാറുമില്ല. നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഇതൊന്നും തന്നെ നടക്കാറില്ല. സോ മെജോറിറ്റി ഓഫ് വിമൺ ഡു നോട്ട് ഹാവ് എനി സെക്യൂരിറ്റി ഫോർ ദ ജോബ്. ജോലിക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരു സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഒന്നുമില്ല. ദേ മേ ഫേസ് ആബ്സെൻസ് ഓഫ് അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് ലഭിക്കത്തില്ല, പ്രത്യേകിച്ച് മെറ്റേണിറ്റി ലീവിൽ കിട്ടത്തില്ല. പിന്നെ ചൈൽഡ് കെയർ ആൻഡ് അതർ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. രണ്ട് തരത്തിലുള്ള സെക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഓർഗനൈസ്ഡ് സെക്ടർ, രണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി ഉണ്ട്, PF കിട്ടും, അലവൻസ് കിട്ടും, TA കിട്ടും, പെൻഷൻ കിട്ടും, എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ TA ഇല്ല, അൺഓർഗനൈസ്ഡ് സെക്ടർ TA ഇല്ല, PF ഇല്ല, പിന്നെ ജോബ് സെക്യൂരിറ്റി ഇല്ല, പിന്നെ പെൻഷൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല അൺഓർഗനൈസ്ഡ് സെക്ടർ ജോലി ചെയ്യുന്നവർക്ക്. അപ്പോൾ അതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറും ഓർഗനൈസ്ഡ് സെക്ടറും ഉള്ള വ്യത്യാസം. രണ്ടാമത്തെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അൺഓർഗനൈസ്ഡ് സെക്ടർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോബ് സെക്യൂരിറ്റി ഇല്ല, അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് ഒന്നും കിട്ടത്തില്ല, പ്രത്യേകിച്ച് മെറ്റേണിറ്റി ലീവ് കിട്ടത്തില്ല, ചൈൽഡ് കെയറിനോ അതർ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസിനോ ഒന്നും അവർക്ക് പ്രാധാന്യം നൽകത്തുമില്ല, അവരോട്ട് കൊടുക്കത്തുമില്ല. നിയമമൊക്കെ ഒരു സൈഡിൽ കിടക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുകൂടെ ഞാനിത് പറയാം. ഇനി 1 മിനിറ്റ് 55 സെക്കൻഡേ ഉള്ളൂ. There are 3 economic sectors, sir. There are primary sector, secondary sector, and tertiary sector. Primary sector, agriculture and other occupations. Animal husbandry, fishing, agriculture, forestry, and poultry farming are examples of primary farming. Primary sector.
Secondary sector includes manufacturing, textile production, industry, construction, automobile production. And the tertiary sector includes education, banking, trade, health, and tourism. These are the three sectors. Through these sectors only our country can develop. There are two types of activities, that is market activity and non-market activity. Market activity, it means that only to get profit, that is market activity, and not for our consumption. But non-market activities, it's only for our consumption. Next, comparing men and women. Compared to men and women, men always get more salary than women. Unorganized, two types of sectors are unorganized and organized sector. Organized sector includes government jobs, central or state government, whether it may be central government or state government. Then unorganized sector here means private jobs, we can call it as unorganized sector. Women, in the private sector itself, women are paid less compared to men. Then majority of women do not have any security for their job. They may face absence of basic facilities like maternity leave, child care, and other social security systems. Okay. സാർ ചോദിച്ചോളൂ. റീജോയിൻ ചെയ്യണോ? എന്തോ മോനെ? റീജോയിൻ ചെയ്യണോ? കേട്ടില്ല. സെക്കൻഡ് സെഷൻ ഉണ്ടോ? സെക്കൻഡ് സെഷൻ നോക്കട്ടെ മോനെ, ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. പറ്റുമെങ്കിൽ അത് രണ്ടാമത്തെ സെഷൻ. എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. ഇപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ